ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി വാങ്ങിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ജൂപ്പിറ്ററാണ് വാങ്ങിച്ചത്. OLX കണ്ടപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂട്ടി വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ഏതായാലും മക്കളായിട്ട് പാർക്കിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് കരുതി. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയതിൻ്റെ ശേഷമേ പോവുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് ആവുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ നാട്, ഞങ്ങളുടെ അങ്ങാടിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. ഇതെൻ്റെ മൂത്ത ആങ്ങളുടെ വീടാണ്. അപ്പം ഞങ്ങളങ്ങനെ കയറുന്നു വീട്ടിലേക്ക്. ബ്ലാക്ക് ഷർട്ട് ഇട്ടത് എൻ്റെ ഇക്കയാണ്, വൈറ്റാണ് എൻ്റെ ആങ്ങള. അപ്പോൾ അങ്ങനെ അവർ അളിയന്മാർ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ആങ്ങളുടെ വീടിൻ്റെ മുൻവശമാണ്, അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളാണ്. പിന്നെ ഈ ഭാഗത്തുള്ളവർ നീളത്തിൽ അയൽ കെട്ടിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഉണക്കാനായിട്ട്. നല്ല വെയിലാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കേട്ടോ. യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നു. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വേറൊരു ആങ്ങളുടെ വീടാണ്. ആ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് കാണുന്നത്. അപ്പോൾ അവിടെ ഒന്നും കയറാൻ നിന്നിട്ടില്ല. കയറാൻ നിന്നാൽ സമയം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു ദിവസം അവിടുത്തൊക്കെ വീഡിയോ ആയിട്ട് വരണ്ടേ. പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോവുകയാണ്. കുറ്റിപ്പുറം നിള പാർക്കിലേക്കാണ് പോകുന്നത് കരുതി. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്.
കേട്ടോ. അപ്പോൾ ഇക്കവിടെ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റിന്. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും വേണ്ട. പാർക്കിക്ക് കിടക്കുന്ന മെയിൻ ഗേറ്റാണ് കേട്ടോ കാണുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ മോനായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ മോളായിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ്. മോനക്ക് ഇങ്ങനെ ഇറങ്ങി ഓടാനൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നിറയെ ഓമക്കായ കായ്ച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മുളക്കൂട്ടങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ പണികൾ ഇനിയും നടക്കാനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ മുന്നേ വന്നിരുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ മോളതാണ് കാണിച്ചു തരുന്നത്. പിന്നെ മീനൊന്നും ഇല്ല കേട്ടോ അതിൽ. ഞങ്ങൾ നോക്കിയതാണ് ഉണ്ടാകുന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടില്ല, മോനൊക്കെ നല്ല ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ ചിൽഡ്രൻസ് കോർണർക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ മോനൊക്കെ ശരിക്കും പുറം ലോകം ഇപ്പോഴാട്ടോ കാണുന്നത്. മോൻ്റെ ഡെലിവറി സമയത്തൊക്കെ കോവിഡിൻ്റെ സമയമായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പുറത്തൊക്കെ പോകുന്നത്. പിന്നെ എന്താ കുട്ടികൾ കളിക്കുന്ന ട്രെയിനില്ലേ, ഇതിൽ കയറണമെന്ന് മോള് പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അവർ കയറാൻ വേണ്ടി നിൽക്കണ് മോനായിട്ട്. അങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പം മോനൊക്കെ ആകെ അന്തം വിട്ട് നോക്കണം കേട്ടോ. താറ്റൊന്നും ഇങ്ങോട്ട് തരുന്നേ ഇല്ല, അന്തം വിട്ട് നോക്കുക. കാരണം ഓൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നത്.
നമ്മൾ ഭാരതപ്പുഴ ഈ കാണുന്നത് വെള്ളമില്ലാതെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടുന്ന് നോക്കിയാൽ കുറ്റിപ്പുറം പാലം കാണാം. അപ്പോൾ വലിയ ക്ലിയർ ഇല്ല, നല്ല വെയിലായ കാരണം. വൈകിട്ട് ഞാൻ കാണിച്ചു തരാം. വെള്ളമുള്ള സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കാണുന്നത് നാടൻ അത്തിയാണ്. അപ്പം നമ്മൾ മോള് ചെറുതാകുമ്പോഴൊക്കെ വന്നിരുന്ന സമയത്ത് ഇത് കായ്ച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കായ്ച്ച് വലിയ മരമൊക്കെ കഴിക്കണം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല തണലുമാണ്. പിന്നെ ഇത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കൂട്ടെ, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അപ്പം മക്കളത് കഴിക്കുകയാണ് ഇരുന്നിട്ട്. ഇനി നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ കാണിച്ചു തന്നിരുന്നു കുറേ റോസിൻ്റെ തൈകൾ. അപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ, കണ്ടിരുന്നില്ല. വേണ്ട, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് റോസ് തൈകൾ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ വെയിൽ പോയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം പാലൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇതാണ് കുറ്റിപ്പുറം പാലം. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.